പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഇനി ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫസ്റ്റ് വേർഷൻ ഉണ്ട്, സെക്കൻഡ് വേർഷൻ ഉണ്ട്. അതിലെ ഫസ്റ്റ് വേർഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ ഫസ്റ്റ് വേർഷൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, f is a continuous on closed interval a comma b and suppose that for some number c f of a less than c f of b or f of a greater than c greater than f of b, then there is a some point x naught belongs to a comma b open interval a comma b such that f of x naught equal to c. ഇന്റർമീഡിയറ്റ് തിയറം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ വാല്യൂ ഉണ്ട്, അത് ഇതാണ് ഒരു എഫ് ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. ഇതിന് എ എന്നൊരു ഇന്റർവെൽ ആണ്, അതേപോലെ ബി എന്നൊരു ഇന്റർവെൽ. നമുക്കറിയാം എ ടു ബി എന്തായിരിക്കും അല്ലെ, ഫംഗ്ഷന്റെ വാല്യൂ കണ്ടിന്യൂസ് ആയിരിക്കണം, ഫസ്റ്റ് കണ്ടീഷൻ ആണ് അല്ലെ. അപ്പൊ എഫ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ എഫ് എന്തായിരിക്കണം, മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എഫ് ഓഫ് വാല്യൂ ഉണ്ടാവില്ല, അതിനാണ് എഫ് ഓഫ് എ എന്ന് പേരെടുത്തു. ഇനി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് വൈ വാല്യൂ അല്ലെങ്കിൽ എഫിന്റെ വാല്യൂവിനെ എന്ത് കൊടുത്തു, എഫ് ഓഫ് ബി എന്ന് പേരെടുത്തു. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇങ്ങനെ. ഇനി എൻ്റെയും ബിന്റെയും ഇടയിൽ ആണ് ഞാൻ പറഞ്ഞ എക്സ് നോട്ട് എന്നാണ് പേര് കൊടുത്തത്. അപ്പോൾ ഇതിന് എൻ്റെയും ബിന്റെയും ഇടയിൽ ഒരു എക്സ് നോട്ട് എന്ന വാല്യൂ ഉണ്ട് അല്ലെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു സി അല്ലെ, നമ്മളെ എഫ് ഓഫ് എക്സ് അല്ലെ, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എ ഉണ്ടായതുപോലെ ഈ എഫ് ഓഫ് എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. അതിന് എന്ത് പേര് കൊടുത്തു, സി എന്ന് പേര് കൊടുത്തു. അപ്പൊ സാധാരണ നമ്മൾ എങ്ങനെ പറയാം, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ആണ്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫായിട്ട് വരക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എ ഉണ്ട്, എക്സ് നോട്ട് കറസ്പോണ്ടിങ് ആയിട്ട് സി എന്ന് അടയാളപ്പെടുത്തി, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് ബി ആക്കി എഴുതിയെന്നുള്ളൂ. ഈ ഗ്രാഫ് എഫ് എന്ന് എന്തായിരിക്കണം അല്ലെ, കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് കണ്ടീഷൻ ഉണ്ട്. ഇനി സെക്കൻഡ് വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ബി എ ഫംഗ്ഷൻ വിച്ച് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ a comma b and suppose that f of x not equal to c for all x belongs to close interval a comma b if f of a less than c then f of b less than c as well. അപ്പോൾ f of a ന്റെയും f of b ന്റെയും വാല്യൂ എന്തായിരിക്കും, ലെസ് ദാൻ c ആയിരിക്കും. ഓക്കെ, അപ്പൊ സി ആണ് ഇവിടെ ഗ്രേറ്റർ എന്നാണ് പറയുന്നത്. എന്ത് കണ്ടീഷൻ, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ആകുമ്പോഴാണ് പറയുന്നത് എഫ് ഓഫ് എ ലെസ് ദാൻ സി, എഫ് ഓഫ് ബി ലെസ് ദാൻ സി ആണ്. അപ്പൊ ഇന്റർമീഡിയറ്റ് വാല്യൂ വെച്ചിട്ടുള്ള മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഒരു പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ടുകൾ വാല്യൂസ് എവിടെയാണെന്നും അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത്. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. First question, prove that x cube equal to x plus 8 has at least one solution. അല്ലെ, ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. എക്സ് ക്യൂബ് ആകുമ്പോൾ നമുക്ക് അറിയാലോ എത്ര, 3 സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. എക്സിന് 3 സൊല്യൂഷൻ ഉണ്ടാവും ക്യൂബ് ആകുമ്പോൾ അല്ലെ. എക്സ് ഒരു ഡിഗ്രി പോളിനോമിയൽ ആണ്, തേർഡ് ഡിഗ്രി പോളിനോമിയൽ 3 ഇക്വേഷൻ അല്ലെ, 3 റൂട്ട് ഉണ്ടാവും എന്ന് അറിയാം നമുക്ക് അല്ലെ. ഇവിടെ നമ്മൾ അറ്റ്ലീസ്റ്റ് 1 സൊല്യൂഷൻ ഉണ്ട് നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക, the given function f of ഈ തന്നതിനെ f of x ആക്കി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ടേം എക്സ് പ്ലസ് 8 ഇങ്ങോട്ട് കൊണ്ടുവരിക ഈക്വൽ ടു. അപ്പൊ എന്താവും, എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 8 ഈസ് എ പോളിനോമിയൽ കണ്ടിന്യൂസ് എവരിവർ അല്ലെ. അപ്പൊ പോളിനോമിയൽ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്യുക, എക്സിന് ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എക്സിന് ആദ്യം 1 കൊടുക്കുക. അപ്പൊ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ എഫ് ഓഫ് 1ന്റെ വാല്യൂ എന്താവും, 1 മൈനസ് 1 മൈനസ് അല്ലെ, 1 ക്യൂബ് മൈനസ് 1 മൈനസ് എത്ര കിട്ടുക, 1 മൈനസ് 1 മൈനസ് 8 എന്തായി, മൈനസ് 8t. ഇനി എഫ് ഓഫ് 0 കൊടുത്തു. എഫ് ഓഫ് 0 എന്താ വരിക, വാല്യൂ 0 ക്യൂബ് മൈനസ് 0 മൈനസ് 8 ഈക്വൽ ടു മൈനസ് 8t. ഇനി എഫ് ഓഫ് 2 അപ്ലൈ ചെയ്യുക. എഫ് ഓഫ് 2 എന്നാണ് 2 ക്യൂബ് മൈനസ് 2 മൈനസ് 8 എന്താണ്, 8 മൈനസ് 2 മൈനസ് 8 എത്ര കിട്ടി അല്ലെ, മൈനസ് 2 കിട്ടി. ഇനി അടുത്തത് എഫ് ഓഫ് മൈനസ് 2 അപ്ലൈ ചെയ്യാം. മൈനസ് 2 എന്നാൽ മൈനസ് 2 ഓൾ ക്യൂബ് മൈനസ് 2 അല്ലെ, മൈനസ് മൈനസും ഇവിടെ മൈനസ് ഉണ്ടാവും, മൈനസ് 8 എന്താവും, മൈനസ് 8 പ്ലസ് 2 മൈനസ് 8 ഈക്വൽ ടു മൈനസ് 14 കിട്ടും. ഇനി അടുത്തത് എഫ് ഓഫ് 3 കൊടുക്കുക. എഫ് ഓഫ് 3 എന്നാൽ 3 ക്യൂബ് മൈനസ് 3 മൈനസ് 8 എന്തായി, 27 മൈനസ് 3 മൈനസ് 8 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടി.
അല്ലെ. ഇവിടെയൊക്കെ എന്നിട്ട് നെഗറ്റിവിറ്റി, ഇവിടെ എത്തുമ്പോൾ പോസിറ്റിവിറ്റി. എഫ് ഓഫ് 1 കൊടുത്തപ്പോൾ -880, 0 കൊടുത്തപ്പോൾ -882 കിട്ടിയാൽ -2 കിട്ടി, എഫ് ഓഫ് -2 കൊടുത്തപ്പോൾ -14 കിട്ടി, എഫ് ഓഫ് 3 കൊടുത്തപ്പോൾ 16 കിട്ടി അല്ലെ. അപ്പൊ അതൊക്കെ തൊട്ടടുത്ത വാല്യൂസ് ഏതൊക്കെ കിടക്കണം അല്ലെ. എഫ് ഓഫ് 3 കൊടുക്കുമ്പോൾ 16 കിട്ടി, എഫ് ഓഫ് 2 കൊടുത്തപ്പോൾ എന്നിട്ട് -2 കിട്ടി. അപ്പൊ ഈ 2ന്റെയും 3ന്റെയും ഇടയിലായിരിക്കും നമ്മളെ റൂട്ട് എന്ന് പറയാം. കാരണം എന്താ, നമ്മളെ എക്സ് അല്ലെ, ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇത് വൈ ആക്സിസ് അല്ലെ, എക്സ് ആക്സിസ് വൈ ആക്സിസ് അല്ലെ. എക്സ് ഇങ്ങനെ ഒരു കർവ് ഉണ്ടെങ്കിൽ എന്താണ്, ഇത് പോസിറ്റീവ് സൈഡ് ആണ് അല്ല, ഇത് നെഗറ്റീവ് സൈഡ് ആണ്. അപ്പൊ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് പോസിറ്റീവിലേക്കോ പോസിറ്റീവ് നെഗറ്റീവിലേക്കോ ചേഞ്ച് വരുമ്പോ എന്താണ് അല്ലെ, ഈ എക്സ് ആക്സിൽ കട്ട് ചെയ്ത് പോകും. അപ്പൊ ആ എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന നമ്മൾ പറഞ്ഞ പേരാണ് റൂട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പൊ തന്ന ഇക്വേഷന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്സിനെയാണ്. ഇവിടെ നോക്കാം അല്ലെ, എഫ് ഓഫ് 2 കൊടുത്തപ്പോൾ -2 കിട്ടി, എഫ് ഓഫ് 3 കൊടുക്കുമ്പോൾ 16 കിട്ടി. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് ചേഞ്ച് ആയി. അപ്പൊ ഈ പോയിന്റ്സിന്റെ അകത്ത് അല്ലെ, ഇവിടെ ഒരു 2 ആണ്, ഇവിടെ ഒരു 3 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഇടയിൽ എവിടെയോ ഒരു പോയിന്റ്സിലാണ് എക്സ് ആക്സിൽ കട്ട് ചെയ്ത് പോയത്. ആ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ഏത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 1 സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി. എങ്ങനെ, 2ന്റെയും 3ന്റെയും ഇടയിൽ എന്തുണ്ട്, റൂട്ട് ഉണ്ട് എന്ന് കണ്ടെത്തി. എന്ത് കിട്ടി നമുക്ക്, എഫ് ഓഫ് 2 ഈസ് ലെസ് ദാൻ 0 ആൻഡ് എഫ് ഓഫ് 3 എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടി. അപ്പൊ നമുക്ക് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ പറയാം, ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് c equal to 0 there is a number x naught between ഏതൊക്കെ നമ്പേഴ്സിന് അല്ലെ 2 and 3 such that f of x naught equal to 0. അവിടെ പറയാം therefore എന്താണ്, f of x equal to, ഇവിടെ f of x എന്താണ് അല്ലെ, x cube minus x minus 8 has at least one solution അല്ലെ. അപ്പോൾ ഈ എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 8ന് അറ്റ്ലീസ്റ്റ് 1 സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. ഇവിടെ ഏതാണ് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടില്ല, സൊല്യൂഷൻ ഉണ്ട് എന്ന് മാത്രമേ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കണ്ടെത്തി. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് x raised to 5 equal to x plus 1 has at least one solution. ഇവിടെ നമ്മൾ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1 സൊല്യൂഷനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ഇതിനെ അല്ലെ x plus raised to 5നെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുമ്പോൾ -x -1 ആക്കി എഴുതാം. അതിന് എന്താക്കി കൊടുക്കുക, ഒരു f of x ആക്കി എടുക്കുക അല്ലെ. അപ്പൊ let the given function f of x equal to x raised to 5 minus x minus 1 being a polynomial continuous a variable. ഇതിനെ ഓരോ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് 0 കണ്ടുപിടിക്കുക, എന്താവും അല്ലെ, 0 raised to 5 minus 0 minus 1 equal to -1. ഇനി അടുത്ത് 1 കൊടുക്കുമ്പോൾ എന്താവും, 1 minus 1 minus 1 equal to -1. ഇനി അടുത്ത് എന്താ 2 കൊടുക്കുക, f of 2 എന്ന് പറഞ്ഞാൽ എന്തായി 2 raised to 5 minus 2 minus 1 എന്തായി 32 minus 2 minus 1 എന്ന് പറഞ്ഞാൽ 29 കിട്ടി അല്ലെ. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ് അല്ലെ, ഒരു 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് എന്താണ് കടന്നു പോകുന്നത് മനസ്സിലായി. അപ്പൊ ഇവിടെ എഫ് ഓഫ് 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 0ഉം എഫ് ഓഫ് 2 എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ നമുക്ക് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഉപയോഗിക്കാം. കാരണം എന്താ, ഇതിന്റെ ഇടയിൽ ഒരു പോയിന്റ്സ് ആണ് നമുക്ക് റൂട്ട് എന്ന് വരുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെ നമുക്ക് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം എങ്ങനെ എഴുതാം, ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് c equal to 0 there is a number x naught between ഏതൊക്കെ നമ്പർ 1 and 2 such that f of x naught equal to 0. അപ്പൊ എന്ത് പറയാ, f of x equal to x raised to 5 minus x minus 1 has at least one solution. ഒരു സൊല്യൂഷൻ തെളിയിക്കാനാണ് പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് f of x equal to x raised to 8 plus 3x raised to 4 minus 1 has at least 2 distinct zeros. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ അറ്റ്ലീസ്റ്റ് 1 സൊല്യൂഷൻ പറഞ്ഞാലും സീറോസ് പറഞ്ഞാലും ഒരേപോലെ തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, 2 റൂട്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മതി. നേരത്തെ നമ്മൾ ഒരു റൂട്ട് ഉണ്ടാകാൻ കണ്ടെത്തിയത്, ഇതിനെന്താണ് 2 റൂട്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മതി. അപ്പൊ ആദ്യം ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഇതിനെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആക്കി എടുക്കുക. എഫ് ഓഫ് എക്സ് ഈസ് പോളിനോമിയൽ കണ്ടിന്യൂസ് എ വേരിയബിൾ ആണ്. ഇനി എന്ത് ചെയ്യുക, ആദ്യം എഫ് ഓഫ് 0 കണ്ടെത്തുക. എഫ് ഓഫ് 0 എന്താകും, -1 ആകും.
ഇനി എഫ് ഓഫ് -1 കണ്ടെത്തിയാലോ അല്ലെ, എന്നിട്ടും 3 കിട്ടി. അപ്പൊ ഇതിന്റെ ഇടയിലൊരു പോയിന്റ്സ് ആണ് മനസ്സിലായി അല്ലെ, 0ന്റെയും -1ന്റെയും ഇടയിലാണ് മനസ്സിലായി. അപ്പൊ എഫ് ഓഫ് -1 കൊടുത്തപ്പോ എന്താണ് ഗ്രേറ്റർ ദാൻ 0 കിട്ടി, അതേപോലെ എഫ് ഓഫ് 0 കൊടുത്തപ്പോൾ എന്തായി ലെസ് ദാൻ 0 കിട്ടി. അപ്പൊ ഇതിന്റെ ഇടയിലത്തെ ഒരു വാല്യൂ ആണ് പറയാം. അപ്പൊ നമുക്ക് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഉപയോഗിക്കുമ്പോൾ എന്ത് കിട്ടും, ഹെൻസ് ബൈ intermediate value theorem with c equal to 0 there is a number x naught between ഏതൊക്കെ നമ്പേഴ്സിന് ഇടയിലാണ് -1 and 0 such that f of x naught equal to 0 കിട്ടി. ഇനി അടുത്ത എഫ് ഓഫ് 0 എടുത്തു അല്ലെ, എഫ് ഓഫ് 0 -1 ആണ്. ഇനി എഫ് ഓഫ് 1 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 3 ആണ് കിട്ടുക. ഓക്കെ, ചെയ്ത് നോക്കുക. അപ്പൊ എഫ് ഓഫ് 1ന്റെ വാല്യൂ 3. അപ്പൊ എന്താ കിട്ടി ഇവിടെ അല്ലെ, എഫ് ഓഫ് 0 ആണ് ലെസ് ദാൻ 0 ആണ്, ഇവിടെ എഫ് ഓഫ് 1 എന്തായി ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടിയത്. അപ്പൊ എങ്ങനെ പറയാം ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം, ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് c equal to 0 there is a number, ഞാൻ ആദ്യം എക്സ് നോട്ട് എഴുതി, ഇനി x1 അല്ലെ, ഒന്നാമത്തെ ഒരു റൂട്ടിന്റെ കണ്ടെത്തിയപ്പോൾ ഞാൻ എക്സ് നോട്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ റൂട്ട് കണ്ടെത്തുന്നതിനാണ് ഞാൻ x1 കൊടുത്തു. ബിറ്റ്വീൻ ഏതൊക്കെ ബിറ്റ്വീൻ വരുന്നത് അല്ലെ, 0 and 1 such that f of x1 equal to 0. എന്ത് പറയാം, thus f of has at least two distinct zeros, namely ഏതൊക്കെ പേര് കൊടുത്ത് നമ്മള് അല്ലെ, x0 and x1. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, prove that f of x equal to x raised to 4 minus 5x square plus 1 has at least two distinct zeros. അപ്പൊ നേരത്തെ ചെയ്തപ്പോൾ തന്നെയാണ് ആദ്യം എന്ത് ചെയ്യാം, തന്ന ഫംഗ്ഷനെ എടുത്തത് എന്താണ്, എഫ് ഓഫ് എക്സ് എക്സ് റൈസ് ടു 4 minus 5x square plus 1 ബി എ പോളിനോമിയൽ കണ്ടിന്യൂസ് എ വേരിയബിൾ അല്ലാതെ പോളിനോമിയൽ ആണ്, എന്താണ് കണ്ടിന്യൂസ്. ഇനി ആദ്യം എന്ത് ചെയ്യുക, എഫ് ഓഫ് 0 ചെക്ക് ചെയ്ത് നോക്കുക. എഫ് ഓഫ് 0 എന്തായി 1 ആയി. ഇനി എഫ് ഓഫ് -1 ചെക്ക് ചെയ്യുമ്പോൾ എന്താവും -3 കിട്ടും. ഓക്കെ, ഇനി അപ്പൊ എന്ത് പറയാം, എഫ് ഓഫ് 0 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി എഫ് ഓഫ് -1 ചെക്ക് ചെയ്യുമ്പോൾ ലെസ് ദാൻ 0 ആണ്. അപ്പൊ എങ്ങനെ പറയാം, ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് c equal to 0 there is a number, ഫസ്റ്റ് നമ്പർ ആയതുകൊണ്ട് ഞാൻ അല്ല റൂട്ട് ആണ് x0 ആക്കി. ബിറ്റ്വീൻ ഏതൊക്കെ ബിറ്റ്വീൻ വരുന്നത് അല്ല, 0 and -1 such that f of x0 equal to 0. ഇനി അതേപോലെ അടുത്ത വാല്യൂസ് ഇവിടെ എന്താണ്, അടുത്ത വാല്യൂ ആണ് എഫ് ഓഫ് 0 എന്താണ് 1 ആണ്. ഇനി അതേപോലെ എഫ് ഓഫ് 1 ചെക്ക് ചെയ്തപ്പോൾ എന്ത് കിട്ടി, -3 കിട്ടി. ഓക്കെ, അപ്പൊ എന്ത് പറയാം, എഫ് ഓഫ് 0 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് ഓഫ് 1 ലെസ് ദാൻ 0 അല്ലെ. അപ്പൊ എങ്ങനെ പറയാം, ഹെൻസ് by intermediate value theorem with c equal to 0 there is a number, ഓൾറെഡി നമ്മൾ x0 അടയാളപ്പെടുത്തി, ഇനി എന്താണ് x1 ആക്കുക. ബിറ്റ്വീൻ ഏതൊക്കെയാണ് 0 and 1 such that f of x1 equal to 0. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് കിട്ടിയില്ല, x0 എന്ന വാല്യൂസ് നമുക്ക് 0 കിട്ടി, x1 എന്ന വാല്യൂസ്. അപ്പൊ രണ്ട് റൂട്ട് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ രണ്ട് റൂട്ടുകളും അല്ല ഡിസ്റ്റൻസ് റൂട്ട് വാല്യൂസ് ആണ് മനസ്സിലായി. അപ്പൊ എങ്ങനെ അറിയാം, thus f of x has at least two distinct zeros, namely ആരൊക്കെയാണ്, x0 and x1. നാലാമത്തെ ക്വസ്റ്റ്യൻ, suppose that f is continuous on close interval 3,5 and that f of x not equal to 4 for all x in close interval x 3,5 if f of 3 equal to 3
ഷോ ദാറ്റ് എഫ് ഓഫ് 5 ലെസ് ദാൻ 4. അല്ലെ, നമുക്ക് ഇന്റർമീഡിയറ്റിന്റെ സെക്കൻഡ് വെർഷനിലേക്ക് കമ്പയർ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ പറയാം? ദ ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ 3,5 and that f of x not equal to 4 for all in x in 3,5. In the second version of intermediate value theorem പറയുന്നതാണ് neither both f of 3 and f of 5 are less than 4. അല്ലെ, നമ്മുടെ തന്നിട്ട് ഇവിടെ 4 ആണ് തന്നിട്ടുള്ളത് അല്ലെ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. അപ്പൊ അതിന്റെ എന്താ കിട്ടിയത്? ഇവിടെ എഫ് ഓഫ് എ ലെസ് ദാൻ സി ആണ്, അതേപോലെ എഫ് ഓഫ് ബി എന്താണ് ലെസ് ദാൻ സി ആണ്. ഇവിടെ എന്താണ് സിന്റെ വാല്യൂ ഇവിടെ എത്ര പറയുന്നത്? 4 ആണ് അല്ലെ. ഇവിടെ പറയുന്ന കണ്ടീഷൻ പറഞ്ഞ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ സിന്റെ വാല്യൂ 4 ആണ്. 4മായി കമ്പയർ ചെയ്യുമ്പോൾ എഫ് ഓഫ് 3 ഈക്വൽ ടു 3 ആണ്. അതെന്താണ് അല്ലെ 4നെ കമ്പയറേഷൻ ലെസ് ആണ് വരുന്നത്. ഇനി അടുത്തത് എഫ് ഓഫ് 5ന്റെ വാല്യൂ ഇവിടെ 4 ആണ്, എന്താണ് അത് ഈക്വൽ ടു 4 ആണെന്ന് പറയാം. അപ്പൊ ഇത് സെക്കൻഡ് വെർഷൻ ഓഫ് എന്താണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. അടുത്ത ടോപ്പിക് മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ. ഈ മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന് എന്ന് പറയുന്നത് അല്ലെ ഒരു എന്ത് പറയുന്നുള്ളൂ, അവിടെ ഒരു വാല്യൂ അഥവാ എക്സ് നോട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഏത് എക്സ് നോട്ട് ആണ് അല്ലെങ്കിൽ ഏത് റൂട്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ 2 ഇവിടെ 3 ആണെങ്കിൽ ഈ ഗ്രാഫ് മൈനസ് ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് എന്ന പാർട്ടാണ് അല്ലെ. ഈ 2ന്റെയും 3ന്റെയും ഇടയിൽ കൂടി കടന്നു പോകുന്നുണ്ട് എന്ന് മാത്രം അല്ലെ, എക്സ് ആക്സിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്ന് മാത്രമേ അവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ ഏത് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത് അല്ലെ. അപ്പൊ ഏത് റൂട്ടാണ് ഏത് വാല്യൂ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത് എന്താണ് അല്ലെ, രണ്ട് വാല്യൂസിന്റെ ഇടയിൽ റൂട്ട് ഉണ്ട് എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഏതാണ് റൂട്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ പറയുന്നത് മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find a solution of the equation x raised to 5 minus x equal to 3 in 0,2 to within accuracy of 0.1 by bisection method. അപ്പൊ തന്ന ഈ ഇതിനെ എന്താക്കിക്കുക എഫ് ഓഫ് എക്സ് ആക്കിയത്. അപ്പൊ ഇതിനെ മാറ്റി നമ്മൾ എക്സ് റൈസ് ടു 5 മൈനസ് എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 ആക്കിയതാ. അപ്പൊ ഈ ഇത്രയും ഭാഗത്ത് എന്താക്കി എഫ് ഓഫ് എക്സ്. അപ്പൊ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താവും എക്സ് റൈസ് ടു 5 മൈനസ് എക്സ് മൈനസ് 3 ആക്കി. ഇനി ഇതേപോലെ ഇന്റർമീഡിയറ്റ് വാല്യൂ തരുന്ന പോലെ തന്നെയാണ് ആദ്യം എഫ് ഓഫ് 0 കണ്ടുപിടിക്കുക. എന്താവും ആദ്യം ഏതൊക്കെ പോയിന്റ്സിന് ഇടയിലാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം എഫ് ഓഫ് 0 കണ്ടുപിടിക്കുമ്പോൾ വാല്യൂ എഫ് മൈനസ് 3 കിട്ടി. ഇനി അടുത്ത് എഫ് ഓഫ് 1 ചെയ്തപ്പോൾ എന്തായി മൈനസ് 3 കിട്ടി. അടുത്ത് എഫ് ഓഫ് 2 ചെയ്തപ്പോൾ എന്താവും 27 ആയി അല്ലെ. ഇവിടെ നെഗറ്റീവും പോസിറ്റീവും കിട്ടി അല്ലെ. ഏതൊക്കെയാണ് എഫ് ഓഫ് 1 എടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടി, എഫ് ഓഫ് 2 കൊടുത്തപ്പോൾ എന്ത് കിട്ടി പോസിറ്റിവിറ്റി. അപ്പൊ ഏതൊക്കെ വാല്യൂസിന്റെ ഇടയിലാണ് 1ന്റെയും 2ന്റെയും ഇടയിൽ കൂടി എന്താണ് ഗ്രാഫ് കട്ട് ചെയ്ത് പോകുന്നുണ്ടെന്ന് കാര്യം മനസ്സിലായി. അപ്പൊ അത് എടുത്തത്. അപ്പൊ എന്താണ് എഫ് ഓഫ് 0 ഈസ് ലെസ് ദാൻ 0 അല്ലെ. ഇനി എഫ് ഓഫ് 1 ഈസ് ലെസ് ദാൻ 0 ആണ്. ആൻഡ് എന്താണ് എഫ് ഓഫ് 2 ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഈ രണ്ടിന്റെയും ഇടയിലാണ് എന്ത് വാല്യൂ ഉണ്ട് മനസ്സിലായി, ഒരു സി എന്ന വാല്യൂ. ഇന്റർമീഡിയറ്റ് പ്രകാരം പറയുകയാണെങ്കിൽ അവിടെ ഒരു സി എന്ന വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ എങ്ങനെ ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് സി ഈക്വൽ ടു 0 ദർ ഈസ് എ നമ്പർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നമ്പർ എക്സ് നോട്ട് ബിറ്റ്വീൻ ഏതൊക്കെ ബിറ്റ്വീൻ വരുന്നത് 1 and 2 സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ എക്സ് നോട്ട് സ്ഥാനത്ത് അല്ല എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുക എക്സ് നോട്ട് കൊടുക്കുക. അപ്പൊ എന്താ എക്സ് നോട്ട് റൈസ് ടു 5 മൈനസ് എക്സ് നോട്ട് മൈനസ് 3 ആണ്. ഇനി അപ്പൊ എന്ത് കിട്ടി, ഏതൊക്കെ പോയിന്റ്സിലാണ് 1ന്റെയും 2ന്റെയും ഇടയിലാണ്. ആദ്യം ഒരു പറഞ്ഞ എന്തായിരുന്നു അല്ലെ 0ന്റെയും 2ന്റെയും ഇടയിലാണ് റൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. നമ്മൾ അങ്ങനെ ചെയ്തപ്പോ എന്നിട്ട് ഇതിന്റെയും ഇടയിലാണെന്ന് നമുക്ക് ഇതിനെ വീണ്ടും ഈ ഇന്റർവെല്ലിനെ വീണ്ടും നമ്മൾ എന്താക്കും ചെറുതാക്കും. ഓക്കെ, എന്നിട്ട് വീണ്ടും ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ആ റൂട്ട് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യുന്നത്. ആ രീതി നമ്മുടെ ബൈസെക്ഷൻ മെത്തേഡ്. ഓക്കെ, എങ്ങനെയാണ് ഫസ്റ്റ് ടോട്ടൽ ലിമിറ്റിൽ നിന്ന് ഏത് ലെസ് ദാനും ഗ്രേറ്റർ ദാനും സെലക്ട് ചെയ്യും. അതിൽ നിന്ന് ആ ഒരു ചെറിയ പാർട്ട് എടുക്കും, ബാക്കി പാർട്ടൊക്കെ ഒഴിവാക്കി. അപ്പൊ ഇവിടെ പാർട്ട് ഒഴിവാക്കി 0 to 1 വരെ എന്താണ് നെഗറ്റീവ് പാർട്ടാണ് വരുന്നത്. അപ്പൊ ഗ്രാഫ് മുകളിലോട്ട് വരുന്നില്ല എന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ മുകളിലോട്ട് വരുന്ന എവിടെയാണ് 1ന്റെയും 2ന്റെയും എവിടെയോ ഒരു പോയിന്റിൽ എന്താണ് ഗ്രാഫ് മുകളിലോട്ട് വരും. അപ്പൊ മുകളിലോട്ട് വരുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ റൂട്ട് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ 1ന്റെയും 2
ഈ ഇന്റർവെൽ ഒന്നുകൂടി ചെറുതാക്കും. ഇതിനെ ഈ ഇന്റർവെലിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് മാറ്റും. ഓക്കെ, അപ്പൊ അതിനെ വീണ്ടും ബൈസെക്ട് ചെയ്യാൻ പോവുകയാണ്. സ്പ്ലിറ്റേഷൻ പറഞ്ഞ പേരാണ് ബൈസെക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നൗ bisect the interval 1,2 അല്ലെ, നമുക്ക് കിട്ടിയത് 1ന്റെയും 2ന്റെയും ഇടയിലാണ്. ഇൻറ്റു ഞാൻ ബൈസെക്ട് ചെയ്യാൻ പോകുന്നത് 0.5 വെച്ചിട്ടാണ് ബൈസെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1,1.5 ആൻഡ് 1.5,2. അപ്പൊ തന്ന ഇന്റർവെൽ ആദ്യം അല്ലെ, അപ്പോൾ 1ന്റെയും 2ന്റെയും ഇടയിലാണ് എടുത്തോ. ഇതിന്റെ ഇടയിൽ സെന്റർ പോയിന്റ് ആണ് 1.5. അപ്പൊ ഇത്രയും ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും, ഇത്രയും ഭാഗം ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും സംശയം. അപ്പൊ ഈ പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ വാല്യൂ എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സിലേക്ക് കൊടുക്കുക. അപ്പൊ എന്താവും, എഫ് ഓഫ് 1.5 ഈക്വൽ ടു എന്ത് കിട്ടും, വാല്യൂ കിട്ടിയ 3.09375. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ് എന്തായി, ഇത് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ പോസിറ്റീവ് സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പാർട്ട് എന്താണ്, നെഗറ്റീവ് സൈഡ് ആയിരുന്നു, ഇവിടെ പോസിറ്റീവ്. അപ്പൊ ഇത്രയും ഭാഗത്ത് നോക്കിയാൽ മതി. ഏതൊക്കെ ഇടയിൽ, ഈ 1ന്റെയും 1.5ന്റെയും ഇടയിൽ എവിടെയോ ആണ് എന്നത് ഗ്രാഫ് ടച്ച് ചെയ്ത്. അപ്പൊ ഈ പാർട്ട് ഇനി നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് പറയാം, ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് c equal to 0 there is a number, ഓൾറെഡി ഞാൻ x0 എടുത്തിരുന്നു, x1 ആക്കി, ബിറ്റ്വീൻ ഏതൊക്കെ നമ്പറിന്റെ ഇടയിലാണ്, 1ന്റെയും 1.5ന്റെയും ഇടയിലാണ് ഇനി വരുന്നത്. ബിറ്റ്വീൻ 1 and 1.5 such that f of x1 equal to 0 implies x1 raised to 5 minus x1 minus 3 ആണ് അല്ലെ, ഈക്വൽ ടു 0. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്, ടോട്ടൽ 0 മുതൽ 2 വരെ ചെക്ക് ചെയ്ത് നോക്കി. അതിൽ അല്ലെ നെഗറ്റീവും പോസിറ്റീവ് വരുന്നത് എവിടെ വരുന്നു, 1ന്റെയും 2ന്റെയും ഇടയിലായിരുന്നു. അതിന്റെ വീണ്ടും നമ്മൾ ഇന്റർവെൽ ചെറുതാക്കി. എങ്ങനെ, 1ന്റെയും 1.5ന്റെയും 1.5ന്റെയും 2ന്റെയും ഇടയിൽ ചെക്ക് ചെയ്യാൻ പോയി. അപ്പൊ ആദ്യം നമ്മൾ ഈ 1.5 ചെക്ക് ചെയ്താൽ നോക്കിയപ്പോൾ എന്ത് കിട്ടി, അത് പോസിറ്റീവ് ആണ്. അപ്പൊ 1 ചെക്ക് ചെയ്തപ്പോൾ നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് വീണ്ടും കിട്ടി അല്ലെ, 1ന്റെയും 1.5ന്റെയും ഇടയിലാണ് കിട്ടി. ഇനി വീണ്ടും ഈ 1ന്റെയും 1.5ന്റെയും വീണ്ടും ചെറുതാക്കി ലിമിറ്റ് എടുക്കുക. ഒരു ചെറിയ ഇവിടെ ആക്കി കഷ്ണം മുറിച്ചെടുക്കുക. ഏതാണ്, ഒരു 0.125 എന്നിട്ട് വീണ്ടും എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ ഗ്രേറ്റർ ആണോ, ഓൾറെഡി നമുക്ക് ലെസ് കിട്ടി, ഇനി ഗ്രേറ്റർ കിട്ടിയാൽ മതി, നോക്കി പോയാൽ മതി. അപ്പൊ ഇനി എന്ത് ചെയ്യാം, അടുത്തത് എഗെയിൻ ബൈസെക്ട് ചെയ്യാം. അപ്പൊ എഗെയിൻ ബൈസെക്ട് ദി ഇന്റർവെൽ. ഏത് ഇന്റർവെലാണ് ഇനി ബൈസെക്ട് ചെയ്യണേ, 1,1.5നെ ഇൻറ്റു എങ്ങനെ ബൈസെക്ട് ചെയ്യണേ, 1,1.25 ആൻഡ് 1.25,1.5 അല്ലെ. അപ്പൊ ഏതാണ് ഇന്റർവെൽ ബൈസെക്ട് ചെയ്യാൻ പോകുന്നത്, ഇവിടെ 1 ആണ്, ഇവിടെ 1.5. ഇതിന്റെ സെന്ററിൽ ഒരു പോയിന്റ്സ് എടുത്തു, 1.25 എടുത്തു. ഈ നേരത്തെ ചെയ്ത പോലെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സിന്റെ സ്ഥാനത്ത് 1.25 ചെക്ക് ചെയ്ത് നോക്കുക. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇവിടെയാണ് വരിക, നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും ഇതിനിടയിൽ നിന്ന് ആയിരിക്കും ഫംഗ്ഷൻ വാല്യൂ വരിക. അപ്പൊ എന്ത് ചെയ്യാം, എഫ് ഓഫ് 1.25 ചെക്ക് വാല്യൂ കൊടുക്കുമ്പോൾ -1.1982 ആണ്. ഇത് ലെസ് ദാൻ 0 ആണല്ലോ. അപ്പൊ ഇവിടെയും എന്താണ്, ഇത്രയും ഭാഗം വരുന്നത് നെഗറ്റീവ് തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഇവിടെ വരുന്നത് നമുക്ക് എന്തായാലും പോസിറ്റീവ് ആണെന്ന് അറിയാം. അപ്പൊ എവിടെ ഗ്രാഫ് എവിടെ വരുന്നത്, 1.25ന്റെയും 1.5ന്റെയും ഇടയിലാണ് നമ്മൾ റൂട്ട് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് പറയാം, ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് c equal to 0 there is a number, x1 ഓൾറെഡി എടുത്തോണ്ട് x2 ബിറ്റ്വീൻ ഏതൊക്കെ, ബിറ്റ്വീൻ 1.25 ആൻഡ് 1.5, ബിറ്റ്വീൻ 1.25 and 1.5 such that f of x2 equal to 0 implies എന്താ, x2 raised to 5 minus x2 minus 3 equal to 0. ഇനി വീണ്ടും ഈ ഇന്റർവെല്ലിൽ നിന്ന് വീണ്ടും സ്പ്ലിറ്റ് നടത്തുക. ഇനി അവിടെ നിന്ന് ഒരു അല്ലെ 1.25ന്റെയും 1.5ന്റെയും ഇടയിലെ ഒരു പോയിന്റ് ആണ് 1. Again bisect the interval
അതാണ് 1.25, 1.5 ഇൻറ്റു 1.25നെയും 1.5നെയും ഇടയിലൊരു പോയിന്റ് എടുത്തു 1.25, 1.375 എന്നൊരു പോയിന്റ് എടുത്തു ആൻഡ് 1.375, 1.5. അപ്പൊ ഏതെടുത്ത് നമ്മൾ പോയിന്റ്സ് ഫസ്റ്റ് എടുത്ത് 1.25 ആണ്, പിന്നെ 1.5 ആണ്, ഇതിന്റെ ഇടയിലൊരു പോയിന്റ് 1.375. ഇനി എന്ത് ചെയ്യാം, f of 1.37 കണ്ടുപിടിക്കുക. അതിന്റെ വാല്യൂ എത്ര കിട്ടുക, 0.5399 എന്നാണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ എന്താ പറയാ, ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് c equal to 0 there is a number. നമ്മൾ x0 എടുത്തു, x1 എടുത്തു, x2 എടുത്തു, ഇനി എന്ത് ചെയ്യാ, x3 എടുക്കുക. x3 between ഏതൊക്കെയാണ് 1.25 and 1.375 such that എന്താ പറയാം, f of x3 equal to 0 അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ പോയാൽ മതി. നമ്മുടെ പറഞ്ഞ എന്താണ് അല്ലെ, നീഡ് ഓഫ് അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 ആണെന്ന് പറയണം. അപ്പൊ എന്താവും, ഇവിടെ നിർത്തിയാൽ മതി. സിൻസ് വി നീഡ് ദി റൂട്ട് ഓഫ് ദി ഇക്വേഷൻ to with accuracy എത്ര പറയണേ, ഓഫ് 0.1 ആണ്. അപ്പൊ ഇംപ്ലൈസ് എന്താണ്, x0ന്റെ വാല്യൂ എന്താണ് 1.3 ആണ് അല്ലെ. ഇവിടെ നോക്കുക, നമ്മുടെ അക്യുറസി എത്ര പറയണേ, 0.1 ആയതുകൊണ്ടാണ് 1.3 എടുത്തത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ അക്യുറസി 0.01 ആണെങ്കിൽ എന്തെടുത്താൽ മതി, വാല്യൂ x0ന്റെ വാല്യൂ 1.37 എടുക്കണം. ഇനി അക്യുറസി 0.001 ആണെങ്കിൽ വാല്യൂ 1.375 ആക്കി എടുക്കണം. ഓക്കെ, ഇവിടെ എത്രയാണ് പോയിന്റ്സ് വരും അല്ലെ, 1 2 3 ആണെങ്കിൽ അത്രയും ടൈംസ് ആക്കി എടുക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് ദി മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ ടു അപ്രോക്സിമേറ്റ് റൂട്ട് 7 ടു വിത്തിൻ 2 ഡെസിമൽ പ്ലേസ്. ഇപ്പൊ 2 ഡെസിമൽ പോയിന്റ്സ് വരെ കണ്ടെത്തിയാൽ മതി എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ റൂട്ട് 7 ആണ്. റൂട്ട് 7 എങ്ങനെ മാറ്റിയത് നമുക്ക് അല്ലെ, ഒരു x ഈക്വൽ ടു എന്താക്കി, റൂട്ട് 7 ആക്കി. ഇതിനെ സ്ക്വയർ ചെയ്യുക. അപ്പൊ എന്താവും, x² ഈക്വൽ ടു 7 എന്ന് മാറ്റി ചെയ്താൽ x² മൈനസ് 7 ഈക്വൽ ടു 0 ആക്കി മാറ്റി ചെയ്താ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ലെറ്റ് f of x ഈക്വൽ ടു x² മൈനസ് 7 ആക്കി. ഇനി എന്ത് ചെയ്യാം, f of 0 കണ്ടുപിടിക്കുക. എന്തായി, മൈനസ് 7 ആയി. ഈ f of 1 എടുക്കുമ്പോൾ മൈനസ് 6 ആയി. f of 2 എടുക്കുമ്പോൾ എന്തായി, 4 മൈനസ് 7 ആകുമ്പോൾ മൈനസ് 3 ആവും. ഈ f of 3 കൊടുക്കുമ്പോൾ 3² മൈനസ് 7 ആകുമ്പോൾ 9 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 2 അല്ലെ. അപ്പൊ 2ഉം 3 അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് അല്ലെ, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്. അപ്പൊ ഏതൊക്കെ വാല്യൂസിന് ഇടയിലാണെന്ന് മനസ്സിലായി അല്ലെ, 2ന്റെയും 3ന്റെയും ഇടയിലാണ് റൂട്ട് വരുന്നത് കിട്ടി. അപ്പൊ എന്താണ്, f of എന്താണ് 1 ഈസ് ലെസ് ദാൻ 0 ആണ്. അതേപോലെ f of 2 ഈസ് ലെസ് ദാൻ 0 ആണ്. പിന്നെ എന്താണ്, f of 3 ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇതിന്റെ ഇടയിലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് c equal to 0 there is a number x0 between ഏതൊക്കെ, between 2 and 3 such that f of x0 equal to 0. ഇനി എന്ത് ചെയ്യാം, ഈ 2ന്റെയും 3ന്റെയും ഇടയിൽ വീണ്ടും ബൈസെക്ഷൻ ചെയ്യാവുന്ന ഒന്നുകൂടി ചെറുതാക്കുക, എന്നിട്ട് വീണ്ടും കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ ഞാനിവിടെ എന്താണ്, ഇതിന്റെ സെൻട്രൽ ഒരു പോയിന്റ്സ് ആണ് നമ്മൾ 2.5 ആണ് അല്ലെ, രണ്ടിന്റെയും പകുതി ആക്കി എടുക്കുന്നത്. ഓക്കെ, പകുതി നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ്സ് എടുക്കാം. ഓക്കെ, ഒരു സെൻട്രൽ ആക്കി എടുത്തു എന്നുള്ളൂ. അപ്പൊ എന്ത് വരും, നൗ ബൈസെക്ട് ദി ഇന്റർവെൽ ഏതാണ് 2,3 ഇൻറ്റു ഏതാണ് എടുക്കുന്നത് അല്ലെ, 2,2.5 ആൻഡ് 2.5, 3 അല്ലെ. അപ്പൊ ഏത് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത് അല്ലെ, 2.5 3 ആണ്. എന്ത് ചെയ്യുക, ഈ 2.5 f of x കണ്ടുപിടിക്കുക. അപ്പൊ f of 2.5 ഈക്വൽ ടു 2.5 ഹോൾ സ്ക്വയർ മൈനസ് 7 ചെയ്യാൻ എത്ര കിട്ടുക അല്ലെ, മൈനസ് 0.75 ലെസ് ദാൻ ആയി. ഇത് ഇവിടെ കിട്ടുന്നത് നെഗറ്റീവ് ആണ്, ഇവിടെ അല്ലെ കിട്ടിയത്. അപ്പൊ ഇവിടെ എന്താവും, ഇതോടെ പോസിറ്റീവ് ആയി മനസ്സിലായി കാര്യം. ഓക്കെ, അപ്പൊ അടുത്ത എന്താ, ബൈ intermediate value theorem with c equal to 0
there is a number x1 അല്ലെ, ആദ്യം x0 എടുത്തു, ഇനി x1 between ഏതൊക്കെയാണ് 2.5 and 3 അല്ലെ, ഇവിടെയാണ് 2.5 and 3 such that f of x1 equal to 0. ഇനി അപ്പൊ ഈ പോയിന്റിനെ വീണ്ടും ബൈസെക്ട് ചെയ്യുക. ഇനി ഇവിടെ ചെറിയൊരു പോയിന്റ്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബൈസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഇവിടെ ഏതാണ് 2.5ഉം 3 ആണ്. അപ്പൊ ഞാൻ ഇവിടെ ബൈസെക്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു പോയിന്റ് ആഡ് ചെയ്തോളും, 2.65 ആക്കി. Now bisect the interval. ഏതാണ് ഇന്റർവെലിനെ 2.5, 3 into 2.5, 2.65 and എന്താണ് 2.65, 3 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എഫ് ഓഫ് 2.65ന്റെ വാല്യൂ എത്ര കിട്ടുക അല്ലെ, 2.65 ഹോൾ സ്ക്വയർ മൈനസ് 7 ചെയ്ത് കഴിഞ്ഞാൽ 0.0225. ഇതെന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ അല്ലെ. അപ്പൊ എന്ത് പറയാ, ഹെൻസ് ബൈ intermediate value theorem with c equal to 0 there is a number between x2 അല്ലെ, നമ്മൾ x0 എടുത്തു, x1 എടുത്തു അല്ലെ, ഇനി അടുത്തെന്താണ് x2 ആയി. ഇപ്പൊ x2 between 2.5 and 2.65 ആണ്. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂ പോവാ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലെ. എത്ര പറയണേ, 2 ഡെസിമൽ പോയിന്റ്സ് ആണ് പറഞ്ഞത് അല്ലെ. ഇവിടെ ഏതൊക്കെ വാല്യൂസ് വന്നത് അല്ലെ, നമ്മൾ എടുത്തത് 2.5, 2.65, 3 ആണ് അല്ലെ. 2 ഡെസിമൽ പോയിന്റ്സ് ആകുമ്പോൾ ഇവിടെ 65 തന്നെയാണ്. അപ്പൊ 2 ഡെസിമൽ പോയിന്റ്സ്. സിൻസ് ദ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ടു വിത്തിൻ 2 ഡെസിമൽ പ്ലേസസ് എന്ത് പറയാം അല്ലെ, x0 ആണ് കൊടുക്കുന്നത്, x0 ഈക്വൽ ടു 2.65 ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.